മാർക്കറ്റിൻ്റെ കൂടുതൽ അനാലിസിസും അതിനോടൊപ്പം തന്നെ എക്സ്പെക്റ്റേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് അപ്പോൾ അതുപോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ ഏറ്റവും പ്രധാനമായിട്ടും FOMC യോഗ തീരുമാനങ്ങൾ വന്നിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 4.25 മുതൽ 4.5% വരെയായിട്ടാണ് പലിശ നിരക്ക് നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ 2025 തന്നെ 2 റേറ്റ് കട്ടിനുള്ളൊരു സാധ്യത കൂടി കൂടുതൽ അത്തരത്തിലുള്ള സാധ്യത കൂടി വർദ്ധിക്കുകയാണ്. എന്നാൽ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സൂചികളിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടക്കത്തിൽ, പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും തുടക്കത്തിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. എങ്കിൽ പോലും ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോഴേക്കും ആ ഒരു നേട്ടമെല്ലാം ഒരു പരിധിവരെ കൊണ്ട് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള ഈ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമുക്ക് അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കാര്യമായിട്ട് മാറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഇതിപ്പോ ഏകദേശം ഒരു 7-8 ട്രേഡിംഗ് സെഷൻസ് തുടർച്ചയായിട്ട് 42,400, 42,800 ഈ ഒരു റേഞ്ചിൽ തന്നെ ഡൗ ജോൺസ് ട്രേഡിംഗ് തുടരുന്നു. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 41,100 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസിന് വേണ്ടി 42,800 തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കാര്യമായിട്ട് ഇന്നലെ മൂവ്മെന്റ് ഇല്ലായിരുന്നു. 22,100 തന്നെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്, ആൻഡ് 21,500 ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ. അതിനോടൊപ്പം കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമോഡിറ്റി മാർക്കറ്റിൽ ഇന്നലെ ക്രൂഡിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം ഒരു 6 മണിക്ക് ശേഷം വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഒരു ബൗൺസ് ബാക്ക് നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ ഒരു സൈഡ് വേസ് പാറ്റേണിലേക്കാണ് ക്രൂഡ് നീങ്ങിയിരിക്കുന്നത്. നിലവിൽ WTI ക്രൂഡ് ഏകദേശം 0.5% നേട്ടത്തിൽ $73.43 എന്ന നിലയിലും, ബ്രെന്റ് ക്രൂഡ് 0.36% നേട്ടത്തിൽ $75.205 എന്ന നിലയിലുമാണ് ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ റേഞ്ച് $66 സപ്പോർട്ടും $76 റെസിസ്റ്റൻസും. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ പുതിയൊരു സപ്പോർട്ട് ലെവൽ $71 കാണാൻ സാധിക്കുന്നുണ്ട്. $71 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്നും പിന്നെ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 66 ആയിരിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ $76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുള്ള പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് കുറവായിട്ട് കാണുന്നത്. ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു കൺസോൾഡേറ്റഡ് റേഞ്ചിലേക്കാണ് ഇന്നിപ്പോൾ ഏർലി അവേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏകദേശം 3,370 മുതൽ 3,385 വരെയുള്ള ഒരു റേഞ്ചിലാണ് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഗോൾഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു, ഒരു മാറ്റവും ഇല്ല. ആൻഡ് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $3,425 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ $30 മുതൽ $45 നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതിനോടൊപ്പം ആഭ്യന്തര വിപണിയിലേക്ക് കൂടി എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 24,800 എന്നൊരു ലെവൽ ഇൻട്രാഡേയിൽ കൈവിട്ടിരുന്നു എങ്കിൽ പോലും ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. 24,812.05 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റായിട്ട് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇന്നലെ എക്സ്പയറി കൂടിയാണ്. എത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ് താങ്കൾ മുന്നോട്ടേക്ക് വെക്കുന്നത്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ട്രെൻഡിങ് സൈഡ് വേസ്. നമുക്ക് ശക്തമായിട്ട് ഒരു നിഫ്റ്റി 50യിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 25,100 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണം. ആൻഡ് മേജർ സപ്പോർട്ട് 24,300 പോയിന്റിലാണ് കാണുന്നത്. ഇന്ന് ഏർലി മോർണിംഗ് ട്രേഡിൽ ഐ എക്സ്പെക്ട് ദി മാർക്കറ്റ് ടു കണ്ടിന്യൂ ടു ട്രെൻഡ് സൈഡ് വേസ്.
നിഫ്റ്റി ബാങ്കിൽ നോക്കുമ്പോഴേക്കും ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോഴും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 55,828.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൂചികളിൽ കൂടുതലായിട്ടും ഒരു നെഗറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ബാങ്ക് സൂചി ഓഹരികളായിരുന്നു ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരികളെക്കാളും ഔട്ട് പെർഫോമൻസും നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് താങ്കൾ മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 56,100. 56,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു 600 മുതൽ 800 പോയിന്റ് നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 55,490 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ ഇൻട്രസ്റ്റിംഗ്ലി നമുക്കിപ്പോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ റേഡാറിൽ വെച്ചിരിക്കണം. ആൻഡ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $72 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 68 രൂപ 50 പൈസയിലും കാണാൻ സാധിക്കുന്നത്. ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി IDFC ഫസ്റ്റ് ബാങ്കിനോടൊപ്പം തന്നെ ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളും ഉണ്ടായിരുന്നു. ഏകദേശം ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരികളുടെ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പിൻബലത്തിലാണ് പ്രൈവറ്റ് ബാങ്ക് സൂചികയിലടക്കം അത്തരത്തിലൊരു പോസിറ്റീവ് ടോണിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 4% മുകളിൽ 4.69% നേട്ടം നൽകിക്കൊണ്ടാണ് ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡിൽ ഒരു മാറ്റമില്ല, കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് നേരിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. 870 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 60 മുതൽ 80 രൂപയുടെ നേട്ടം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മികച്ച ക്ലോസിംഗ് ഇന്നലെ ആക്ച്വലി നൽകിയത് ഒരു ഡാർക്ക് ഹോഴ്സ് ആയിരുന്നു, വിച്ച് ഇസ് RBL ബാങ്ക്. RBL ബാങ്കിന്റെ കേസിൽ നമ്മൾ മാർച്ച് മാസം മുതൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 231 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 18 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം നിഫ്റ്റി ഓട്ടോ സൂചികയിലേക്ക് കൂടി വരികയാണ്. കാരണം ഓട്ടോ സൂചികയെ സംബന്ധിച്ച് ഇന്നലെ ചില പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ അൺഅവൈലബിലിറ്റി മൂലം പ്രൊഡക്ഷനെ സംബന്ധിച്ച് ചില ആശങ്കകളൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും ആ ഒരു റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നതടക്കമുള്ള അപ്ഡേഷൻസ് വന്നതിനെ തുടർന്ന് ഓട്ടോ സൂചികയിൽ ഇന്നലെ ഇൻട്രാഡേയിൽ വലിയൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു. ഓട്ടോ സൂചികയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അണ്ടർടോൺ നേരിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ 23,620.23,620 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 24,300 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. 24,300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒത്തിരി നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഓട്ടോയിൽ തന്നെ ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ ഓഹരി മാരുതിയായിരുന്നു. മാരുതിയെ സംബന്ധിച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.21% നേട്ടത്തിലാണ്. ഒരു ഇനീഷ്യൽ അവേഴ്സിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ഓഹരി കൂടിയായിരുന്നു മാരുതി സുസുക്കി. മാരുതി സുസുക്കിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? മാരുതിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. അണ്ടർടോൺ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോ റിസ്ക് ആയിട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 13,100, അതിനുശേഷം 13,500. ഈ രണ്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് മാരുതിയുടെ കേസിൽ ഒരു വലിയ മുന്നേറ്റം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. ബാങ്കിങ് സ്പേസിൽ നിന്നുള്ള ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഓഹരികൾ ഇന്നലെ ഏകദേശം 0.5% മുകളിലുള്ള ഒരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് ബറോഡയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ 250 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്.
ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ സ്റ്റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 247 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 260. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 230 സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒപ്പം ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ്. 2866.9 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഞ്ചൽ വൺ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിൽ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ് ആൻഡ് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ അതല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2923 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3150, അതിനുശേഷം 3325 കാണുന്നത്. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2580 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒപ്പം FMCG സെക്ടറിൽ നിന്നുള്ള ചില ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തേത് പരാഗ് മിൽക്ക് ഫുഡ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനി കൂടിയാണിത്. ഓഹരി ഇന്നലെ 1.31% ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. 217 രൂപ എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പരാഗ് മിൽക്ക് ഫുഡ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പരാഗ് മിൽക്കിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 235, 240 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയപ്പോഴേക്കുമായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം നമ്മൾക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. 205 രൂപയിലായിരിക്കണം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം നെസ്ലെ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഇന്നലെ ഓഹരി 1.35% ഒരു ഇടിവായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2330.2 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെസ്ലെ ഇന്ത്യ ഓഹരികൾ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി അല്ല, നെസ്ലെ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2280 നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ നമ്മൾ FMCG സെക്ടർ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും കാണാൻ സാധിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കേസിലും നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2280 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ആൻഡ് അവസാനമായിട്ട് കോൾഗേറ്റിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 2280 തന്നെ ആയിരിക്കും. അടുത്തതായി ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരി ഇന്നലെ 0.95% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ജൂൺ 10 തീയതിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു ഓഹരി കൂടിയാണ് ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡ്. ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 223 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 197 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒപ്പം ഹിന്ദുസ്ഥാൻ സിങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ ഓഹരികളെ സംബന്ധിച്ചൊരു അല്പം നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6% മുകളിലൊരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. അതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള വേദാന്ത ഗ്രൂപ്പ് ഈ ഓഹരിയിൽ നിന്ന് സ്റ്റേക്ക് വിറ്റഴിക്കുന്ന അടക്കമുള്ള അപ്ഡേഷൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ സിങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ ഇടയായിരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 420 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. SBI കാർഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? SBI കാർഡ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.11% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SBI കാർഡ്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? SBI കാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 940 അതിനുശേഷം 920. ഇന്നത്തെ മാർക്കറ്റിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 1000 രൂപ, 1020, 1040. അടുത്തതായി ഓയിൽ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓയിൽ ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓയിൽ ഇന്ത്യയുടെ കേസിലും അതുപോലെ തന്നെ ONGCയുടെ കേസിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാം. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു ഓഹരിയിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 440 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കും. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി 440 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒപ്പം കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ അടുത്ത 5-6 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 410 മുകളിൽ കോൾ ഇന്ത്യക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 383 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തതായി ഗാർഡൻ റീച്ച് ബിൽഡേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് നേട്ടം നൽകിയാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ഏകദേശം 1.73% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് GRSയിലെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. GRSയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ GRSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക് ഈ 3 സ്റ്റോക്സും സ്റ്റഡി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 3 സ്റ്റോക്കിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അതായത് ഓരോ റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷറും ഓരോ സപ്പോർട്ട് വരുമ്പോഴേക്കും ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർഡൻ റീച്ചിന്റെ കേസിൽ ഇന്ന് പുതിയ ലോങ് പൊസിഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3400 അതിനുശേഷം 3510 റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. സപ്പോർട്ടായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ 2890. NMDCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NMDCയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു നെഗറ്റീവ് ടോണിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ 68.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NMDCയെ സംബന്ധിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? NMDCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഇന്നത്തെ മാർക്കറ്റ് ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഹൗസ് ഈ സ്റ്റോക്കിൽ അറ്റ് മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 71 രൂപയും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 73ഉം 76 കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 66 സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അടുത്തതായി മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. മുത്തൂറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഗോൾഡ് വില ഉയർന്നപ്പോൾ വലിയ തോതിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയ ഓഹരിയായിരുന്നു. ഇപ്പോഴും ഹൈ ലെവൽസിൽ തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ ഏകദേശം ഒരു 0.5% താഴെയുള്ളൊരു ഇടിവിലാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കാര്യം മെയ് 15 തീയതിക്ക് അടുത്ത് ഈ സ്റ്റോക്ക് 2040 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടന്നത്. ആൻഡ് ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിൽ ട്രേഡിംഗ് നടത്തി വരുന്നു. ഓൾമോസ്റ്റ് ഒരു 25-26% നേട്ടമാണ് നമുക്ക് ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അടുത്തതായി ഫിനോലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഫിനോലെക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.88% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിനോലെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫിനോലെക്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 240 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 223 രൂപയിലായിരിക്കണം. അടുത്തതായി ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂൺ 12 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു നഷ്ടം തന്നെയാണ് ഓഹരികൾ നൽകിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഇന്ന് നമ്മൾ നേരത്തെ ഓട്ടോ ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ ഓട്ടോ ഇൻഡെക്സിനെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സ് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 630 സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 760 രൂപയിലാണ് കാണുന്നത്. 760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കത്തുള്ളൂ. ഓട്ടോ മേഖലയിൽ നിന്നുള്ള ഫോഴ്സ് മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% മുകളിലൊരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജൂൺ 16 പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 4.5% മുകളിലൊരു റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണ് ഫോഴ്സ് മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫോഴ്സ് മോട്ടോഴ്സ് മിഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 14,300 രൂപയിൽ നൽകിയത്. അതിനെ തുടർന്ന് ഇന്നലെ മെഞ്ഞാന്ന് നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അടുത്തതായി നാരായണ ഹൃദയാലയവുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. നാരായണ ഹൃദയാലയ ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നാരായണ ഹൃദയാലയയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 1965 കാണുന്നത്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കും. അപ്പം സജിലിറ്റി ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. സജിലിറ്റി ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സജിലിറ്റി ഇന്ത്യ ഓഹരികളിൽ ഇനി മുന്നോട്ടേക്ക് ഒരു പ്രേക്ഷകൻ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തായിരിക്കണം? അല്ല, ഞാൻ സജിലിറ്റിയിലോട്ട് വരുന്നതിന് മുൻപ് റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നാരായണ ഹൃദയാലയെ കുറിച്ച് സംസാരിച്ചിരുന്നു. റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ നവംബർ മാസം മുതൽ ഒരു കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ 1485 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1580, അതിനുശേഷം 1680 കാണുന്നത്.
ആൻഡ് സെജിലിറ്റി ഇന്ത്യയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി ദിവസങ്ങളായിട്ടില്ല. ബട്ട് ഈ സ്റ്റോക്ക് 37 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനുശേഷമുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആദ്യത്തെ 45, അതിനുശേഷം 48, അതിനുശേഷം 55 രൂപയിലോ റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി സിക്ക ഇന്റർപ്ലാന്റ് സിസ്റ്റം ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഓഹരി കൂടിയാണിത്. ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിക്ക ഇന്റർപ്ലാന്റ് സിസ്റ്റം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സിക്കയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത്. ഈ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഇത് പുതിയ ഓൾ ടൈം ഹൈസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1430 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.